ഞാനത് പറയുമ്പോൾ പെട്ടെന്ന് ആലോചിക്കുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ സംഭവവികാസങ്ങളാണ്. അവര് ഒരു പോരുകോഴി കൊത്തിന് നിൽക്കുന്ന പോലെ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുകയും അവരെ ഇങ്ങോട്ട് വിട്ടു ഞാൻ ശരിയാക്കി തരാം ആക്രോശിക്കുകയൊക്കെ ചെയ്ത് കഴിച്ചിട്ട് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിനിന് പോകുമ്പോഴാണ് അവർക്ക് പെടലിക്ക് വേദന വന്നിരുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ശരീരമായിരിക്കുന്ന ഈ കോശങ്ങളുടെ മരണവേഗത കുറയ്ക്കുക എന്നുള്ളൊരു ജാഗ്രതയാണ് ഏതൊരു ജീവിയും ഏതൊരു മനുഷ്യനും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇവിടെ നിലവിൽ നമ്മളെ പാഠപുസ്തകങ്ങളിലൂടെ, ഡോക്ടർമാരുടെ ലേഖനങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ എല്ലാം, ആരോഗ്യവകുപ്പുകാരുടെ ഉദ്ബോധനങ്ങളിലൂടെയെല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതിന് പാടെ വ്യത്യസ്തമായ ഒരു കാര്യത്തിലേക്കാണ് ആരോഗ്യ സംരക്ഷണത്തിൽ നമ്മൾ വരുന്നത്. ഞാനായിരിക്കുന്ന കോശങ്ങളുടെ മരണത്തിൻ്റെ നിരക്ക് കുറയ്ക്കുക, അവരുടെ പ്രവർത്തനശേഷി പൂർണ്ണമായി നിലനിർത്തുക, അവയ്ക്ക് ദീർഘായുസ് ഉറപ്പുവരുത്തുക. അപ്പോൾ എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന നിർമ്മിക്കപ്പെടുന്ന കോശങ്ങൾ നല്ല കോശങ്ങളാണ്, ആരോഗ്യകരമായ കോശങ്ങളാണ് എന്നുറപ്പുവരുത്തുക. അവ അകാലത്തിൽ മരിച്ചു പോവാതെ ദീർഘകാലം അവയ്ക്ക് പരമാവധി കാലം ജീവിച്ചിരിക്കാൻ കഴിയുന്ന രീതിയിൽ ഞാൻ എൻ്റെ ജീവിത രീതികളെ ചിട്ടപ്പെടുത്തുക. കേൾക്കുമ്പോൾ വളരെ ലളിതമാണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ്. ലളിതമാണ്, പക്ഷേ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ആരോഗ്യത്തോടെ ജീവിക്കണം, ദീർഘായുസ് വേണമെന്നാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ് എന്നറിയാതെ ചിലർ ഫുഡ് സപ്ലിമെൻറ്റുകൾക്ക് പോകുന്നു, ചിലർ ടോണിക്കുകൾ വാങ്ങി കഴിക്കുന്നു, വേറെ ചിലർ ചില തരത്തിലുള്ള സർജറികൾക്ക് പോകുന്നു. എല്ലാവരും അവസാനം ഗതികേടി ചെന്നാണ് വീഴുന്നത്. അതേസമയം ജീവിതത്തിൽ നിതാന്തമായ ഒരു ജാഗ്രത ഈ നിസ്സാരമായ കാര്യത്തിന് നൽകുകയാണെങ്കിൽ 100 മേനി ഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഈ മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ ജനനത്തിനും മരണത്തിനും, കോശങ്ങളുടെ ഈ മരണത്തിന് അപ്പോപ്റ്റോസിസ് എന്നൊരു പേരിലാണ് ശാസ്ത്രം വിളിക്കുന്നത്. ത്വക്കിലെ കോശങ്ങൾ 2 ആഴ്ച തുടങ്ങി 4 ആഴ്ച വരെ ജീവിച്ചു മരിക്കണം. കരളിലാണെങ്കിൽ 200 തുടങ്ങി 400 ദിവസമാണ്. രക്തത്തിലാണെങ്കിൽ പ്ലേറ്റ്ലെറ്റുകൾ 6 തുടങ്ങി 8 ദിവസം, വെളുത്ത രക്താണുക്കൾ 12 തുടങ്ങി 13 തുടങ്ങി 20 ദിവസം, ചുവന്ന രക്താണുക്കൾ 120 ദിവസം ജീവിക്കണമെന്നുള്ളതാണ്. പക്ഷെ വിഷം കഴിച്ച ഒരാളുടെ ചുവന്ന രക്താണുക്കൾക്കും വെളുത്ത രക്താണു പ്ലേറ്റിനും കരളിനും ഒക്കെ അതിൻ്റെ ആയുസ്സിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇമ്മീഡിയറ്റ് മരണമാണ്. വിഷത്തിൻ്റെ ആധിക്യം അനുസരിച്ച്, തരമനുസരിച്ച് ഉടനടി മരണമാണ്. ഇപ്പോൾ പോയിസൺ കഴിച്ചാൽ ഉടനെ മരണമാണെങ്കിൽ ടോക്സിൻ ആണെങ്കിൽ ഉടനെ മരണം വരില്ലല്ലോ. ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ സ്ട്രോക്കായിട്ടും കൂടിയ BP ആയിട്ടും ഹാർട്ട് അറ്റാക്കായിട്ടും ഹാർട്ടിലെ ബ്ലോക്കായിട്ടും അസ്ഥി തേയ്മാനമായിട്ടും ഫാറ്റി ലിവറായിട്ടും കിഡ്നി ഫെയിലിയറായിട്ടും മെമ്മറി ലോസ് ആയിട്ടും അങ്ങനെയൊക്കെയുള്ള തകരാറുകളായിട്ടാണ് ടോക്സിൻ ഉള്ളിൽ ചെല്ലുന്ന ആളുകൾ മുന്നോട്ട് പോവുക. ശരിയായൊരാഹാരം ശരിയായ സമയത്ത് ശരിയായ അളവിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു തയ്യൽ മെഷീൻ ദിവസവും എണ്ണയിട്ട് കൊടുത്ത്, പൊടിയെല്ലാം തുടച്ച് എണ്ണയിട്ട് കൊടുത്ത്, അതിനാവശ്യമായ വിശ്രമവും കൂടി കൊടുത്ത് 24 മണിക്കൂർ ഉപയോഗിക്കാതെ ഇടയ്ക്ക് വിശ്രമമൊക്കെ കൊടുത്ത് പോകുന്നൊരു തയ്യൽ മെഷീനാണെങ്കിൽ അതങ്ങനെ ഓടിക്കോളും, അതിന് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. നമ്മൾ വാങ്ങിയ കാറ് 5000 കിലോമീറ്റർ കൂടുമ്പോൾ അതിൻ്റെ വീൽ അലൈൻമെൻ്റൊക്കെ ഒന്ന് ചെയ്ത് ടയർ റൊട്ടേഷനൊക്കെ നടത്തി 10000 കിലോമീറ്ററിൽ, ചില വണ്ടികളാണെങ്കിൽ 15000 കിലോമീറ്ററിൽ സർവീസും കൃത്യമായി ചെയ്ത് പോവുകയാണെങ്കിൽ
പിന്നെ എന്തെങ്കിലും ഒരു അപാകത തോന്നുകയാണെങ്കിൽ ഒന്ന് നോക്കി ചെക്ക് ചെയ്ത് ആ വണ്ടി അനേക വർഷങ്ങൾ ഒരു കുഴപ്പമില്ലാതെ തന്നെ ഓടും. അതേസമയം സർവീസ് ഒന്നും കൃത്യമായിട്ട് ചെയ്യാതെ അലൈൻമെൻറ്റും നോക്കാതെ ടയർ വെട്ടി തെഞ്ഞു പോയെന്ന് വരും, ക്ലച്ച് പെട്ടെന്ന് തെഞ്ഞു പോയെന്ന് വരും, ഗിയർ ബോക്സിന് കേടുപറ്റിയെന്ന് വരും. ഇതെല്ലാം തന്നെ വേറെ തരത്തിൽ നമ്മുടെ ശരീരത്തിനും ബാധകമാണ്. ഇപ്പോൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഒരു സൂക്ഷ്മത ഇല്ലാതെ വന്നാൽ ശരീരം നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് മുമ്പ് തന്നെ കോശങ്ങൾ മരിക്കേണ്ടതായിട്ട് വരും. ടോക്സിൻസ് ആഹാരപാനീയങ്ങളിലൂടെ വായുവിലൂടെ എല്ലാം കടക്കുന്ന ആളുകളിലും ടോക്സിൻസ് ഉണ്ട്. ടോക്സിൻസ്, ചിന്താവിഷങ്ങൾ. മാനസികമായി ഇമോഷണലി ടോക്സിൻസ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. മറ്റുള്ളവരോട് വെറുപ്പും വൈരാഗ്യവും അസൂയയും. ഞാനത് പറയുമ്പോൾ പെട്ടെന്ന് ആലോചിക്കുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഇന്നലത്തെ സംഭവവികാസങ്ങളാണ്. അവർ ഒരു പോരുകോഴി കൊത്തിന് നിൽക്കുന്ന പോലെ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുകയും അവരെ ഇങ്ങോട്ട് വിട്ടു ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ആക്രോശിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിനിന് പോകുമ്പോഴാണ് അവർക്ക് പെടലിക്ക് വേദന വന്നിരുന്നു എന്ന് പറയുന്നത്. അത് അഭിനയമാണ്, അത് വെറുതെ പറഞ്ഞ തട്ടിപ്പാണ്. അതിനെ പിന്നെ KSU പിള്ളേർ കൈകാര്യം ചെയ്തതാക്കിയതാണ്. കയ്യേറ്റം ചെയ്തു എന്നുള്ള രീതിയിലേക്ക് ഷംസീർ സ്പീക്കർ അങ്ങനെ മാറ്റിയെടുത്തതാണ്. മുഖ്യമന്ത്രിക്കും അതിലൊരു ഇടപെടലൊക്കെയാണ് ഭൂകമ്പം നടക്കുന്നത്. വാസ്തവത്തിൽ KSU പിള്ളേർ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ വീഡിയോ നോക്കിയപ്പോൾ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ആരോഗ്യമന്ത്രിക്ക് കഴുത്തിന് പെടലിക്ക് വേദന ഉണ്ടായോ? എൻ്റെ ഒരു വിലയിരുത്തൽ ഉണ്ടായി എന്ന് തന്നെയാണ്, ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ KSU പിള്ളേർ കൈവച്ചത് കൊണ്ടല്ല, പിന്നെ അത് ഇമോഷണലായിട്ടുള്ള വൈകാരികമായ സംഘർഷത്തെ തുടർന്ന് ഉണ്ടായ പ്രോബ്ലമാണ്. ആ ദേഷ്യവും താൻ തോറ്റു അവമാനിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നലും തുടർച്ചയായി ആശുപത്രിയിലെ ഒരു ഡോക്ടർ വിചാരിച്ചാൽ എങ്ങനെയാണ് ഈ ആരോഗ്യമന്ത്രിയെ ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് പഠിക്കേണ്ടതാണ്. ഈ മെഡിക്കൽ എറർ എന്ന് പറയുന്നത് ആശുപത്രിയിലേക്ക് പോകുന്ന 10 പേരിൽ 4 പേർക്കും കിട്ടുന്നത് ചികിത്സാ പിഴവാണ് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ചികിത്സയുടെ കുഴപ്പം കൊണ്ട് 26 ലക്ഷം പേരാണ് ഒരു കൊല്ലം മരിച്ചു പോകുന്നത്. മരിക്കേണ്ടവരല്ല, ചികിത്സ കാരണം മരിക്കുന്നതാണ്. ചികിത്സയുടെ പിഴവ് കൊണ്ട് 1340 ലക്ഷം പേർക്കാണ് ഒരു കൊല്ലം ലോകത്ത് ഗതികേടുണ്ടാകുന്നത്. അല്പം അലംഭാവവും കൂടെ ചേർത്ത് ഈ സർക്കാരിനെ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ഇറങ്ങിപ്പോയാൽ മതി, അതിനു വേണ്ടിയിട്ട് പാര വയ്ക്കാൻ 10 ഡോക്ടർമാർ വിചാരിച്ചാൽ പോരെ? മതി മതി. അങ്ങനെ ചെയ്യുമോ? മരിക്കാനിടയില്ലാത്ത ചെറുപ്പക്കാരനെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ജീവനോടെ ചങ്കും കരളും പറിച്ചെടുത്തു ലേക്ക് ഷോർ ആശുപത്രി എറണാകുളത്തെ. അവിടുത്തെ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു. 50 ലക്ഷമായിരുന്നു ഒരു മാസത്തെ ശമ്പളം. നേരെ ചൊവ്വയുള്ള ചികിത്സകൾ ചെയ്യുന്ന ഡോക്ടറായിരുന്നെങ്കിൽ 50 ലക്ഷം ശമ്പളം കൊടുക്കാവുന്ന രീതിയിൽ വല്ല വരുമാനം ഉണ്ടാക്കുമോ? ഇത് മരിക്കാനിടയില്ലാത്ത ഒരു രോഗി ബ്രെയിൻ ഡെത്താണെന്ന് പറഞ്ഞ് ചങ്കും കരളുമൊക്കെ പറിച്ച് വിറ്റാൽ 4 കോടിയെങ്കിലും മിനിമം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വിലയിൽ കിട്ടും. അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നതുകൊണ്ടല്ലേ 50 ലക്ഷമൊക്കെ ഒരു ഡോക്ടർക്ക് ശമ്പളം കൊടുക്കാൻ ഒരു ആശുപത്രിക്ക് സാധിക്കുന്നത്. അല്ലെങ്കിൽ സാധിക്കുമോ? അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണ്. എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? മനസാക്ഷിക്കൊത്ത് സഹിക്കുമോ? അതുകൊണ്ടൊക്കെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് 100% ഇതിനിങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള മനസാക്ഷിക്കൊത്തുകൊണ്ടാണോ ആ ഡോക്ടർ ആത്മഹത്യ ചെയ്തത് 100% കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതാവാനുള്ള സാധ്യതയെന്ന് എനിക്കൊരു തോന്നലുണ്ട്. കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നിയെന്ന് വരും. അപ്പോൾ സർക്കാരിനെ മോശമാക്കാൻ നമ്മുടെ ഡോക്ടർമാരിൽ സഖാവ് ഡോക്ടർമാരുണ്ട്.
അങ്ങനെയുള്ള ഡോക്ടർമാരും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് മോശമായ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കോൺഗ്രസ് ഡോക്ടർമാരുണ്ട്. അതുകൊണ്ട് ഈ ഭരണം എങ്ങനെയെങ്കിലും ഒന്ന് പോകാൻ വേണ്ടി, കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ആരുടെയെങ്കിലും വയറ്റിലൊരു കത്രിയിട്ട് വെച്ചാൽ എന്താ കുഴപ്പം? മുറിക്കാൻ പാടില്ലാത്തത് മുറിച്ച് വയറ്റിൽ നിന്ന് പോകേണ്ടത് മൂത്രത്തിലൂടെ പോകുന്ന രീതിയിൽ വരെ ആക്കി വെച്ചിട്ടുണ്ട്. മനഃപൂർവ്വമാണോ? മനഃപൂർവ്വമാണെങ്കിൽ നമുക്ക് അത്ര പേടിക്കണ്ട. മനഃപൂർവ്വം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പേടിക്കണം. മനഃപൂർവ്വം അല്ലാതെയും ഇതിനേക്കാളും വലിയ അപകടങ്ങൾ ആശുപത്രിയിൽ നിന്ന് വരാം. അതുകൊണ്ട് ഭരിക്കുന്ന സർക്കാരിനെ ബന്ദികളാക്കി അവർ വരച്ച വരയെ കൊണ്ടൊന്നും നിർത്തില്ലെങ്കിൽ പത്രക്കാരെല്ലാം കൂടി എഴുതി ആരോഗ്യമന്ത്രിക്ക് പറ്റിയിട്ടുള്ളത് അതൊക്കെ തന്നെയാണ്. എല്ലാവരും കൂടി ഈ ദിവസങ്ങളിലിട്ട് ആക്രമിച്ച് അവരാകെ വൈകാരികമായ ഒരു തകർച്ചയിൽ വന്നു. പിള്ളേർ വന്ന് ഇത്രയും പോലീസുകാരൊക്കെ ഉണ്ടായിട്ടും ടി വിക്കാരുടെ മുമ്പിൽ അവരെ കൊക്കി വിളിക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ കണ്ടു. അവർക്ക് ദേഷ്യം വന്നു. എനിക്കും വഴി കൂടി നടക്കണ്ടേ? അവർക്ക് വ്യക്തിപരമായിട്ടുള്ളതായിട്ട് കരുതിപ്പോയതാണ് കുറച്ചുകൂടി കുഴപ്പം. അവർ മന്ത്രിയായിട്ട് ഇരിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. അവർ മന്ത്രിപദം രാജിവെച്ചിട്ട് വഴി കൂടി നടക്കണമെങ്കിൽ ആരെങ്കിലും അവരെ തടയാൻ ചെല്ലുമായിരുന്നു. പോട്ടെ, അത് വേറെ തരത്തിലുള്ള രാഷ്ട്രീയം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്കുണ്ടായി എന്ന് പറയുന്ന പെടലി വേദനയും അസഹ്യമായ പ്രയാസവും വൈകാരികമായ ദേഷ്യത്തിൽ നിന്ന്, പരാജയത്തിൽ നിന്ന്, ആ തകർച്ചകളിൽ നിന്ന് ഉണ്ടാകാവുന്നതാണ്. എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അവർ നുണ പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അതിനെ ഒരു തഞ്ചമായിട്ട് സ്പീക്കറും മുഖ്യമന്ത്രിയൊക്കെ ഉപയോഗിച്ചു എന്നുള്ളിടത്താണ് തകരാറെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ വൈകാരികമായ നമ്മുടെ തലം നേരെയാക്കാതെ നമ്മൾ നേരെയാവാത്തത് ശരീരത്തെ മാത്രം ചികിത്സിച്ചത് കൊണ്ട് കാര്യമില്ല. ശരീരത്തിൻ്റെ രോഗങ്ങൾക്ക് അടിസ്ഥാന കാരണമായിട്ടുള്ള മാനസികമായ തലങ്ങളെ കൂടെ പരിഗണിക്കണം. മാനസികമായ ആരോഗ്യത്തെ കൂടെ നേരെയാക്കണം എന്ന സന്ദേശം നൽകുന്നുണ്ട്.